ഹലോ. അങ്ങനെ ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ വേറൊരു ഐലൻഡിലെത്തി. അങ്ങനെ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഫുള്ള് നനഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഈ ടവലെടുത്ത് അങ്ങോട്ട് പുതച്ചു. പിന്നെ ഹോട്ടലിൽ നിന്ന് തരൂട്ടോ, ഇങ്ങനെ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ടവൽസ് വരും ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ. ഇങ്ങനെ ഐലൻഡ് ടൂർ വരുന്നവർക്ക് ഓരോ ടൈം സ്ലോട്ട് വെച്ചായിരുന്നു കേട്ടോ ഇവിടെ ലഞ്ച്. ബുഫേ ആയിരുന്നു, ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു ഇത്. അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ? റൈസ്, ചിക്കൻ ന്യൂഡിൽസ് ഉണ്ടായിരുന്നു, പിന്നെ വെജ് ഉള്ളവർക്ക് വേറെ സെക്ഷൻ ഉണ്ട്. എന്തായാലും സൂപ്പർ ലഞ്ചായിരുന്നു കേട്ടോ. നമ്മൾ അവിടുത്തെ ടേസ്റ്റ് ആണെങ്കിലും നല്ലതായിരുന്നു. നീന്തലൊക്കെ കഴിഞ്ഞുകൊണ്ട് വിശപ്പുണ്ടായിരുന്നു നല്ലോണം. പിന്നെ ഈ സാധനം ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി എടുത്ത്, പക്ഷേ ഒരു ഗുണം ഉണ്ടായില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ വെള്ളം കുടിക്കുന്ന കപ്പ് ഉണ്ടോ, കൊള്ളാമല്ലേ. അപ്പം നമുക്ക് ഇത് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാനൊന്നും പറ്റില്ല. പിന്നെ അത് ഈ ബാത്റൂം പോകണമെങ്കിൽ 30 ബാത്ത് കൊടുക്കണമെന്ന്. ഇതിലും ഭേദം ഇന്ത്യയല്ലേ. ഒന്നാണെങ്കിൽ 5 രൂപ, രണ്ടാണെങ്കിൽ 10 രൂപ. പക്ഷെ ഞങ്ങൾ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് ഇതേ ബോട്ടിൽ കയറി. പിന്നെ എന്തോ ഡ്രൈവർക്ക് ഭ്രാന്തായ പോലെ വെള്ളത്തിൽ കൂടി ഓഫ് റോഡ് പോലെ ആയിരുന്നു കേട്ടോ ഓട്ടം. അങ്ങനെ ഞങ്ങൾ വേറെ ഒരു ഐലൻഡിലെത്തി. അവിടെ ചെന്നപ്പം കുറച്ച് റിഫ്രഷ്മെൻ്റ് ആയിട്ട് പൈനാപ്പിളും വാട്ടർ മെലനൊക്കെ കിട്ടി. അപ്പോൾ എൻ്റെ ഒരു ചെവിയിലെ വാട്ടർ മെലൻ പോയ വിഷമത്തിലൊരു വാട്ടർ മെലൻ ഞാൻ തിന്നു. ഇവിടെ നമുക്ക് ജെറ്റ് സ്കീയിങ് ഒക്കെ ചെയ്യാം കേട്ടോ, പക്ഷേ 1000 ബാത്തൊക്കെയാണ്. അപ്പോൾ എവിടെ തൊട്ടാലും പൈസ വേണം ഇങ്ങോട്ട് വരികയാണെങ്കിൽ. അങ്ങനെ കുറച്ച് നേരം എൻജോയ് ചെയ്ത് അവിടെ ഇരുന്നു. എത്ര നേരം വേണമെങ്കിൽ നമുക്ക് ഈ കടൽ നോക്കിയിരിക്കാം കേട്ടോ, അത്ര ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബോട്ടിൽ കയറി. ഇവിടെ നന്ദി പ്രകടനമൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് നേരം. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഫെറിയിൽ തന്നെ എത്തി. നമ്മൾ ചെരുപ്പൊക്കെ കണ്ടുപിടിച്ചു. ഞങ്ങളുടെ ക്യാബ് പിന്നെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ന്. ബൈ.